മേനോൻ സതീഷ് ഏട്ടാ, ഡീലൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിച്ചിരുന്ന ആള് നിങ്ങളെ ഓഫീസിലേക്ക് സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ടല്ലേ. രത്തൻ കേൽക്കർ. ബംഗാളിൽ കഴിഞ്ഞ ദിവസം മനോജ് കുമാർ അഗർവാളിന് സെക്രട്ടറി ആക്കുമ്പോ നിങ്ങളുടെ രാഹുൽ ഗാന്ധി എന്തേലും പറഞ്ഞത് വലിയ കളവിനുള്ള വലിയ സമ്മാനം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്തോ കളവ് നടത്തി തന്നിട്ടുണ്ടല്ലേ രത്തൻ കേൽക്കർ എന്ന വ്യക്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രിച്ച ആളുകള് സ്പോട്ടിൽ അടുത്ത ഭരണം മാറുമ്പോൾ അവിടെ സെക്രട്ടറി ആയി വരണമെങ്കിൽ എന്തുകൊണ്ടല്ലോ അതേ സാധനമല്ലേ കേരളത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നിങ്ങൾ മംഗലാപുരം പോയതും അദാനീന്റെ ടീംസിനെ കണ്ടതും അത് കോൺഗ്രസിന്റെ പാർട്ടിക്കാർ വരെ അറിയാണ്ട്. അപ്പോ ഇവിടെ കൃത്യമായിട്ട് സീറ്റ് പ്രവചനം നടത്തിയതും ധർമ്മടത്ത് 6 റൗണ്ടിൽ പിന്നിൽ പോവും പിണറായി വിജയൻ, 12 മന്ത്രിമാർ തോക്കും, ഓരോ മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം, ഇതൊക്കെ കൃത്യമായിട്ട് പറയണമെങ്കിൽ സതീശേട്ടാ നിങ്ങളെ കയ്യിൽ മാന്ത്രിക വടിയൊന്നും ഇല്ലാലോ. അപ്പോഴേ ഡീലുണ്ട് അല്ലേ, ഡീലുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ മതി. നിയമസഭാ ഇലക്ഷൻ നിയന്ത്രിച്ച 2 ഉദ്യോഗസ്ഥന്മാരെ, ഒരാൾ ബംഗാളിലാണെങ്കിൽ മറ്റൊരാൾ കേരളത്തിൽ നിയമനം കൊണ്ടുവരികയാണ്. ആരാ നിയമിക്കുന്നത്? BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്. ആരുടെ ഓഫീസിലേക്ക്? ഒന്ന് BJPയുടെ മുഖ്യമന്ത്രിയാണ്, ഓക്കെ ശരി. 2 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മേനോൻ സതീശന്റെ ഓഫീസിലേക്ക്. ഡീലുകളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. മമ്മൂട്ടി ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, എത്രയൊക്കെ ഗ്രഹണവും ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും സത്യം ഒരു നാള് മറനീക്കി പുറത്തു വരും സതീശേട്ടാ.